കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ ആ മുറിയിൽ പതുക്കെ പുറത്തേക്ക് വന്ന നിധി കാണുന്നത് ഹരീഷും സുധീഷും തമ്മിൽ കട്ട വഴക്കിൽ നിൽക്കുന്നതാണ്. അത് കണ്ടതും പേടിയും ടെൻഷനും കാരണം അവൾ കുറച്ചുനേരം അവിടെ തന്നെ തറഞ്ഞുപോയി. പിന്നെ വേഗം തന്റെ മുറിയിലേക്ക് കയറി കതകടച്ചു. അവിടെ ഹരീഷ് നേരെ വന്ന് വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്ന നികേഷിന്റെ അരികിലേക്ക് വന്നിരുന്നു. ആ സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛൻ വന്നിട്ട് കുറച്ച് കടുപ്പത്തിൽ തന്നെ ചോദിച്ചു, എന്താടാ ഇത്? കല്യാണം ഇവിടെ നടക്കുമോ അതോ ഇല്ലയോ? ആളുകളുടെ മുന്നിൽ ഇത്രയും വലിയ ഷോ കാണിക്കാൻ പുതിയ ഷർട്ടും മുണ്ടും കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഞാൻ ഇട്ട് നടക്കുന്നത് വെറുതെ ആവോ? എന്നിട്ടും അവന്മാരൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അച്ഛന് ദേഷ്യം കൂടി. എന്താടാ, നിങ്ങൾക്കൊന്നും ചെവി കേൾക്കുന്നില്ലേ? എപ്പോഴും എന്നെ ആയിരുന്നില്ലേ നിങ്ങൾ കുറ്റപ്പെടുത്താറുള്ളത്? ഇപ്പൊ എന്താ ഉണ്ടായത്? തമ്മ തല്ലി ചാകാൻ തീരുമാനിച്ചോ നിങ്ങള്? അതും ഒരു പെണ്ണിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ കാണിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേടാ? എന്നെ ഉപദേശിക്കാൻ നടന്നാൽ മാത്രം പോരാ, സ്വന്തമായി ഒന്ന് നന്നാവണം. ഏഴാം കൂലികൾ എന്നും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഭാസ്കരൻ അവിടെ നിന്നും അങ്ങ് പോയി. ഹരീഷ് വല്ലാത്ത കുറ്റബോധത്തോടെ നികേഷിനോട് പറഞ്ഞു, എടാ പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഏട്ടത്തി ആകെ പേടിച്ചു പോയിട്ടുണ്ട്. അവരുടെ മുഖം കണ്ടപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോ നികേഷ് ചോദിച്ചു, അവർ ഇവിടെ ഉള്ളപ്പോ എന്തിനാ ഇങ്ങനെ അടിയുണ്ടാക്കാൻ പോയത്? ഹരീഷ് പറഞ്ഞു, എടാ പെട്ടെന്ന് ദേഷ്യം വന്നു പോയി, അത് കൺട്രോൾ ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോ നികേഷ് ഒന്ന് കളിയാക്കി ചോദിച്ചു, ഹരീഷേട്ടന് എപ്പോഴാ ദേഷ്യം വരാത്തത്? ഹരീഷ് ന്യായീകരിച്ചു, അല്ലടാ, ഒരു മനസാക്ഷിയുമില്ലാതെ അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തു ചെയ്യും? സുഭാഷേട്ടൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം നടത്താൻ നമ്മൾ പറഞ്ഞു, പക്ഷേ അതിന്റെ ബാക്കി ചെലവുകളെ പറ്റിയിട്ട് ആലോചിച്ചോ? ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടാവും അയാള്. അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? എന്നിട്ട് സുഭാഷേട്ടന്റെ മുഖത്ത് നോക്കി അയാൾ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. അപ്പോ നികേഷും സമ്മതിച്ചു, സുധീഷേട്ടൻ പറഞ്ഞത് തെറ്റ് തന്നെയാണ്, അത് എനിക്കും തോന്നി. ഹരീഷ് തുടർന്നു, ഒരു പെൺകുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോൾ നീ എന്തിനാ ഇത് ചെയ്തത് എന്ന് പോലും സുഭാഷേട്ടൻ ചോദിച്ചില്ലല്ലോ. സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് സ്വീകരിക്കില്ലേ ചെയ്തത്? സുധീഷേട്ടന് എപ്പോഴും അയാളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി, മറ്റുള്ളവരുടെ കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നികേഷ് ആകെ സങ്കടപ്പെട്ട് പറഞ്ഞു, ഈ വീട്ടിൽ മാത്രം സങ്കടം വരാൻ ഒരു തടസ്സവുമില്ല അല്ലേ ഹരീഷേട്ടാ? സന്തോഷമുള്ള ഒരു കാര്യം ഇവിടെ നടക്കണമെങ്കിൽ അതത്ര എളുപ്പമൊന്നുമല്ല. അതൊന്നും ഒരിക്കലും ഇവിടെ നടക്കില്ല. അങ്ങനെ പിന്നീട് റൂമിലാകെ വിഷമിച്ചിരിക്കുന്ന സുഭാഷിന്റെ അടുത്തേക്ക് സുധീഷ് ചെന്നു. സുധീഷ് മെല്ലെ സുഭാഷേട്ടാ എന്ന് വിളിച്ചപ്പോൾ സുഭാഷ് ചോദിച്ചു, എന്താടാ ഇത്? ഒരു നല്ല കാര്യം പോലും ഈ വീട്ടിൽ ഇങ്ങനെ തല്ലും പിടിയുമില്ലാതെ നടക്കില്ലേ? അപ്പോ സുധീഷ് ചോദിച്ചു, അവൻ പറഞ്ഞത് സുഭാഷേട്ടനും കേട്ടതില്ലേ? സുഭാഷ് പറഞ്ഞു, എടാ എല്ലാവർക്കും മൂക്കിന്റെ തുമ്പത്താണല്ലോ ദേഷ്യം, അപ്പൊ പിന്നെ എന്ത് പറയാനാ? സുധീഷ് പറഞ്ഞു, സുഭാഷേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതൊക്കെ ഒരുക്കിയത്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനൊരു ആഘോഷത്തിന് തയ്യാറായിട്ടല്ല വന്നത്. വരുന്ന വഴിക്ക് മുഴുവൻ നിധി അവളുടെ വീട്ടുകാരെ പറ്റി ഓർത്തിട്ട് കരച്ചിലോട് കരച്ചിലായിരുന്നു. ഇവിടെ വന്ന് കയറിയപ്പോൾ കാണുന്നത് വലിയൊരു പന്തലും സ്റ്റേജും ആഘോഷങ്ങളും. പെട്ടെന്ന് സാരിയൊക്കെ മാറ്റി ആളുകൾക്ക് മുന്നിൽ പോയി നിൽക്കാൻ പറഞ്ഞാ ഞാൻ അവളോട് എങ്ങനെയാണ് ഏട്ടാ ഇത് പറയാ? സുഭാഷ് പറഞ്ഞു, അതൊക്കെ ശരിയാണ് സുധീഷേ, പക്ഷേ നീ ഇതെല്ലാം തന്നെ മുൻകൂട്ടി അറിഞ്ഞു കാണുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ഇല്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? നിങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ നിധി അവളുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് വലിയച്ഛൻ നാട് മുഴുവൻ പറഞ്ഞു തുടങ്ങി. എത്ര പേരോടാ മറുപടി പറയേണ്ടത് നിനക്കറിയാമോ? അവസാനം എല്ലാവരുടെയും വായടപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു റിസപ്ഷൻ പ്ലാൻ ചെയ്തത്. അച്ഛനാണ് ഇത് പറഞ്ഞത്, അതാ നല്ലതെന്ന് എനിക്കും തോന്നി. എന്റെ അനിയന്റെ കല്യാണമാണെന്ന് അഭിമാനത്തോടു കൂടെ എല്ലാവരെയും വിളിക്കണമെന്ന് എനിക്ക് തോന്നി. ആ കുട്ടി ഇനി ഈ വീട്ടിലല്ലേ താമസിക്കാൻ പോകുന്നത്? നാട്ടുകാർക്കിടയിൽ അവൾക്കൊരു മാന്യത കിട്ടേണ്ടേ? നിന്നോട് പറയാതെ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതൊരിക്കലും മനഃപൂർവ്വമായിരുന്നില്ല. നീ എല്ലാം അറിഞ്ഞു കാണുമെന്ന് ഞാൻ കരുതിയത്. 7 മണിക്ക് ഫംഗ്ഷൻ തുടങ്ങും, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇപ്പോ ഇത് നടങ്ങില്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ പണമൊക്കെ വെറുതെ ആവും. അതുപോട്ടെ, പക്ഷേ വിളിച്ചു വരുത്തിയവരോട് ഞാൻ ഇനി എന്ത് പറയും? നീ ആ കുട്ടിയോടൊന്ന് പോയി സംസാരിക്ക്. നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ അവൾക്ക് എന്തായാലും മനസ്സിലാവും. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പോയി സംസാരിക്കാം. സുധീഷ് അപ്പോൾ പരുങ്ങലോടെ തന്നെ പറഞ്ഞു, വേണ്ടേട്ടാ, പ്രശ്നമില്ല, ഞാൻ തന്നെ സംസാരിച്ചോളാം, റെഡിയാവാനും പറഞ്ഞോളാം. സുഭാഷ് ആശ്വാസത്തോടെ പറഞ്ഞു, താങ്ക്സരാ, ഞാൻ ബാക്കിയുള്ളവരോടും കൂടി ഇതൊന്ന് പറയട്ടെ, അവരും ഹാപ്പി ആവട്ടെ. സുധീഷ് നേരെ റൂമിലേക്ക് പോയപ്പോൾ നിധി ആകെ ടെൻഷനടിച്ച് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. സുധീഷ് വാതിലടച്ച് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ അടികൂടുന്നത് കണ്ടപ്പോ നിനക്കെന്താ പേടിയായോ? നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് പേടിയാവുന്നു സുധീഷ്. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഞങ്ങൾ ചേട്ടനനിയന്മാർ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാവാറുണ്ട്. നിധി ദേഷ്യത്തിൽ ചോദിച്ചു, അതിരിക്കട്ടെ, ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? പന്തലും സ്റ്റേജും ഒക്കെ ഇതെന്തിനാ? ആൾക്കാരൊക്കെ വരുന്നു, പാട്ട് വെക്കുന്നു, എന്താ ഇതൊക്കെ? സുധീഷ് പറഞ്ഞു, ഇത് നമുക്ക് ഫേക്ക് മാരേജ് ആണെങ്കിലും അവർക്ക് അങ്ങനെയല്ലല്ലോ നിധി, നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചവരാണെന്നാ അവർ കരുതിയിരിക്കുന്നത്. അന്നേരം നിധി ദേഷ്യപ്പെട്ടു,
നമ്മുടെ കല്യാണം സത്യമല്ലെന്ന് എത്രയും പെട്ടെന്ന് അവരോട് പറയണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു സുധീഷിനോട്. അവരെന്തിനാ ഇങ്ങനെ പ്രതീക്ഷ കൊടുക്കുന്നത്? സുധീഷ് പറഞ്ഞു, അത് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ലല്ലോ നിധി. നമ്മൾ വന്ന രാത്രി തന്നെ ഞാൻ വല്ലാതെ ടയേർഡായി ഉറങ്ങിപ്പോയി. രാവിലെ പറയാമെന്ന് കരുതിയപ്പോൾ അച്ഛന്റെ ഓരോരോ കാര്യങ്ങൾ വന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് പുറത്തുപോയി. അവർ ഇതിനിടയിൽ ഇത്രയും ചെയ്തു വെക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിധി ചോദിച്ചു, ഇന്നലെ രാത്രി വണ്ടിയിൽ വരുമ്പോൾ ഫോണിൽ വിളിച്ചു പറയാമായിരുന്നില്ലേ? സുധീഷ് ചോദിച്ചു, എടാ ഇത് എന്റെ ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം അതും വെറും നാടകമാണെന്ന് ഫോണിലൂടെ പറയാൻ അത്ര എളുപ്പമാണോ? അവരത് താങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം നിധി ചോദിച്ചു, ശരി, പക്ഷേ ഇതിനൊക്കെ എങ്ങനെയാ സമ്മതിക്കുക? ഈ ആൾക്കാരൊക്കെ എങ്ങനെ മടക്കി അയക്കും? അന്നേരം സുധീഷ് മേലെ ചോദിച്ചു, ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ നിനക്ക് എന്റെ കൂടെ ആ സ്റ്റേജിലേക്കൊന്ന് വന്ന് നിന്നൂടെ? അന്നേരം നിധി പൊട്ടിത്തെറിച്ചു, ഇല്ല, ഒരിക്കലും നടക്കില്ല. അഭിനയിച്ചത് മതി, എനിക്കിനി ഇതിനും കൂടി വയ്യ. സുധീഷ് പറഞ്ഞു, സത്യം ഇപ്പൊ പറഞ്ഞ എന്റെ കുടുംബം നാണം കെട്ടു പോകും നിധി. എന്നെ ഒന്ന് മനസ്സിലാക്ക്. നിധി പറഞ്ഞു, എനിക്കൊരിക്കലും പറ്റില്ല. സുധീഷ് വീണ്ടും ചോദിച്ചു, ഇതൊരു ഡ്രാമയാണെന്ന് വിചാരിച്ചാ പോരെ? നിധി പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല സുധീഷ്. സുധീഷ് നിസ്സഹായനായി ചോദിച്ചു, ഞാൻ ഇനി എന്താ അവരോട് പറയാ? അന്നേരം നിധി ദേഷ്യപ്പെട്ടു, ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ നടത്തിയത്? എന്റെ അച്ഛൻ ആത്മഹത്യക്ക് ശ്രമിച്ച വിവരം അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ നിന്നും പോയത്? എന്നിട്ട് അവർ ആഘോഷം നടത്തുകയാണോ വേണ്ടത്? അപ്പോ പുറത്തു നിന്ന് സുഭാഷ് വിളിച്ചു, സുധീഷെ അകത്തേക്ക് വരാമല്ലോ? സുധീഷ് പറഞ്ഞു, ആ വരാ ഏട്ടാ. സുഭാഷ് കുറച്ച് ഡ്രസ്സുമായി അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടാനുള്ള ഡ്രസ്സുകളാണിത്. ഇതിവിടെ തരാൻ മറന്നുപോയി. ഇത് ഇവിടെ വെച്ചോട്ടെ. മോൾക്ക് വിഷമമായത് കൊണ്ടല്ലേ ഞങ്ങളിത് ചെയ്തത്. അച്ഛന് കുഴപ്പമില്ലെന്നറിഞ്ഞപ്പോഴാണ് ഇതൊക്കെ തുടങ്ങിയത്. ഇത് കേട്ട് നിധി ആകെ സങ്കടത്തിലിരുന്നു പോയി. കാര്യം സുധീഷ് പറഞ്ഞു, നിധി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. വെറും 2 മണിക്കൂർ ഒന്ന് നീ അവിടെ വന്നിരുന്നാൽ മാത്രം മതി. അന്നേരം നിധി പറഞ്ഞു, രജിസ്റ്റർ മാരേജിന്റെ പ്രശ്നത്തിൽ നിന്നും ഞാൻ ഇതുവരെ മോചിതയായിട്ടില്ല. നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇത് ചതിയാണ്. നിങ്ങൾ പോയി സത്യം പറയേ. സുധീഷ് പറഞ്ഞു, ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ പറയാം. നിധി പറഞ്ഞു, അത് അവർക്ക് കൂടുതൽ സങ്കടമാവേയുള്ളൂ. പിന്നെ ഞാൻ നാളെ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ നാട്ടുകാർക്ക് നമ്മൾ ചെയ്തത് വലിയ തെറ്റായിട്ട് തോന്നില്ലേ? എനിക്കിനി അഭിനയിക്കാൻ വയ്യ. അവർ എന്നെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറക്കി വിട്ടാലും എനിക്കൊരു പ്രശ്നമല്ല. പ്ലീസ് സത്യം തുറന്നു പറയേ. സുധീഷ് കെഞ്ചിക്കൊണ്ട് ചോദിച്ചു, ഒരു 1/2 മണിക്കൂർ പ്ലീസ്, ഒരു നാടകം പോലെ കരുതിയാ പോരെ? നിധി പറഞ്ഞു, ഇല്ലേ, നിങ്ങൾ അന്നാ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഒടുവിൽ അത് ലീഗൽ മാരേജ് തന്നെയായി. ഇനി വയ്യ. നിങ്ങൾ പറയുന്നോ അതോ ഇനി ഞാൻ തന്നെ പറയണോ? സുധീഷ് പറഞ്ഞു, ശരി, ഞാൻ തന്നെ പറഞ്ഞോളാം എന്നും പറഞ്ഞുകൊണ്ടതിന് സുധീഷ് മുറിയിൽ നിന്നും ഇറങ്ങി. എന്നാൽ പുറത്ത് സുഭാഷ് നിൽക്കുന്നുണ്ടായിരുന്നു. സുഭാഷ് ചോദിച്ചു, എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്തിനാ വഴക്കിട്ടത്? സുധീഷ് പറഞ്ഞു, അതൊന്നുമില്ല ഏട്ടാ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴും ഹരീഷ് വന്ന് സുധീഷിനോട് സോറി പറഞ്ഞു. നികേഷും അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, ഏട്ടാ അപ്പൊ റിസപ്ഷൻ നടക്കുമല്ലേ? സുധീഷ് പതുക്കെ കുളിക്കാൻ കയറി ആകെ ചിന്തയിലായിരുന്നു. ദൈവമേ, ഇവളെ എങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരും? ഇതൊരു വലിയ കുടുക്കായി പോയല്ലോ എന്നാലോചിച്ച് അവൻ നേരെ കുളി കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് വന്നു. നിധി വീണ്ടും ചോദിച്ചു, നിങ്ങൾ പറഞ്ഞോ? അവൻ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിധി വീണ്ടും ദേഷ്യപ്പെട്ടു. സുധീഷ് പറഞ്ഞു, നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും നിറഞ്ഞു നിൽക്കാണ്. ഭക്ഷണമെല്ലാം റെഡിയായി. ഇത്രയും പണം ചെലവാക്കി. നിധി പറഞ്ഞു, അപ്പോ ഈ പണത്തിന്റെ പേരും പറഞ്ഞ് സത്യം മറച്ചു വെക്കാനാണോ നിങ്ങളുടെ വിചാരം? സുധീഷ് കൈകൂപ്പിക്കൊണ്ടത് ചോദിച്ചു, നിധി എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ പ്ലീസ്. 1 മണിക്കൂർ എന്റെ ഭാര്യയായിട്ടൊന്ന് അഭിനയിച്ചൂടെ നിനക്ക്? നിധി അലറിക്കൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് പറ്റില്ല സുധീഷ്. തെറ്റിന് മേൽ തെറ്റ് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, നിധി ഞാൻ നിന്നെ സഹായിച്ചതല്ലേ, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ നിനക്ക് എന്താ പറ്റില്ലേ? അന്നേരം നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. പോലീസുകാരെ പേടിച്ച് ഞാൻ അന്ന് അഭിനയിച്ചതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. സുധീഷ് പറഞ്ഞു, ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞോളാം. അപ്പോഴും നിധി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നെ പറ്റിയിട്ട് എന്ത് കരുതും? പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ ബലിയാടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിധി സുധീഷിന്റെ മുന്നിൽ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇത് കഴിഞ്ഞിട്ടുള്ളത് ത്രില്ലിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.